ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. തമിഴിലും ടൈറ്റിൽ കണ്ട റിവ്യൂയിലൊക്കെ കണ്ട പോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കടകുളെ അജിത്തെ നായകനായെത്തിയ GBU ഗോഡ് ബ്ലെസ് യു അല്ല ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. സോ അധികം വലിയ നീട്ടാതെ നേരെ റിവ്യൂയിലോട്ട് അടക്കാം. സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയിലെ മൊത്തം എനിക്ക് പോസിറ്റീവാണ് പറയാനുള്ളത്. കാരണം എനിക്ക് സിനിമ വളരെയധികം വർക്കായിട്ടുണ്ടായിരുന്നു. ഈ വിദാമുയർച്ചി എന്ന് പറയുന്നൊരു ഡൾ സിനിമ തന്നെ എനിക്ക് അജിത്തിൻ്റെ ആ ഒരു പ്രസൻസ് കാരണം ഭയങ്കര തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടൊരു അജിത്തിനെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അജിത്തിൻ്റെ ഒരു വലിയ ഫാനും. ഞാൻ പറയുമ്പോൾ പറയാൻ ഒരു വിജയ് ഫാനാണെങ്കിൽ കൂടി വിജയിൻ്റെ തന്നെ ഒട്ടുമിക്ക സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആകെ കുറച്ച് ബെല്ലിലുണ്ടാകുന്ന കുറച്ച് സിനിമകൾ, ഒരു മാക്സിമം പോയ ഒരു 20 സിനിമകളോളം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അജിത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനും കുറവാണ്, ഒരു 5-6 സിനിമകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുടെ ഒട്ടുമിക്ക സിനിമകളുടെ റെഫറൻസും ഇട്ടുകൊണ്ട് ആളുടെ കട്ട ഫാനായിട്ടുള്ള ആദിക് രവിചന്ദ്രൻ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ആദ്യം റിലീസ് ചെയ്തപ്പോൾ 200ഓളം സ്ക്രീനുകളുണ്ടായിരുന്നു, ഇപ്പോൾ 400ഓളം സ്ക്രീനുകളിലായി. അപ്പോൾ തന്നെ മനസ്സിലാക്കിയത് ഒരു അടിപൊളി പടമാണെന്ന്. കേരളത്തിൽ അജിത്തിൻ്റെ സിനിമകൾക്കൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള സ്വീകാര്യതൊന്നും ലഭിക്കാറില്ല. ബട്ട് ഇത് ഇത്ര അടിപൊളി പടമായ കാരണമാണ് ഇത്ര സ്വീകാര്യം എത്തിയത്. പിന്നെ നിങ്ങളൊരു അടിപൊളി പടമാണ്, മാസ് മസാല ഇതാണ്. ഇറ്റ് ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ തമിഴ് പടം, ഫാൻസിനും വേണ്ടി മാത്രം എടുത്തത്. ഞാൻ ഒരു അജിത്ത് ഫാനല്ല, അജിത്തിൻ്റെ വളരെ ചുരുക്കം സിനിമകൾ കണ്ടിട്ടുള്ളൂ. മങ്കാത്ത, വീരം, അതുപോലെ ആളുടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. സിമ്രാനൊക്കെ നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ സിമ്രാനൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ഏത് സിനിമ എന്ന് ഞാനിപ്പോൾ നെറ്റിൽ അടിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ സിനിമ ഇനി കണ്ടു നോക്കണം എന്താണ് ആ റെഫറൻസ് ആയിട്ട് ഉദ്ദേശിച്ചതെന്നുള്ളത്. പിന്നെ പാൻ വേൾഡ് കുറച്ച് സംഭവം ക്യാമിയോസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ആവും. അതും കുറച്ച് അടിപൊളിയായിരുന്നു. അത് പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ കണ്ടവരായിട്ട് ചെറിയൊരു ഡിസ്കഷൻ നടത്തിയപ്പോൾ അത് ഓൾറെഡി റിവീൽ ചെയ്തായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഉണ്ട് ഗൈസ്, നിങ്ങൾ വിചാരിക്കാത്ത പല കാസ്റ്റും ഈ സിനിമയിലുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ്. പക്ഷേ ആ തിയേറ്ററിൽ ഇതുവരെ വിസിലടിച്ച് തൊണ്ട ഒച്ച എടുത്ത് ഒരു സിനിമ ഇതുവരെ കാണാൻ പോയിട്ടില്ല. അവിടെ കണ്ട മിക്ക പടങ്ങളും ഫ്ലോപ്പാണ്. ലാസ്റ്റ് കണ്ട സിനിമയാണ് ബസൂക്ക. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ മുന്നത്തെ റിവ്യൂ ആയിരുന്നു. പക്ഷേ ഈ സിനിമ മൊത്തത്തിൽ ഞെട്ടിച്ചളഞ്ഞു. തോണ്ടലറി സൗണ്ട് എടുത്ത് ആഘോഷിച്ച് തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ഒരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. ഓരോരുത്തരെ ആക്ടിങ് എടുത്ത അർജുൻ ദാസ്, സുനിൽ, തലാജിത്തിനെ പറ്റി പറയണ്ട. ആളുടെ പ്രസൻസും സ്വാഗും ഒക്കെ ആൾ റിട്ടേൺ ബാക്ക് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. ബട്ട് നമ്മളിങ്ങനെ ചെതറി നിൽക്കുകയാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എടുത്ത് പറയേണ്ടത് കാർത്തികേയാണ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പം അഭിനയിച്ച മസൂദ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ തന്നെ ചെറുപ്പം അഭിനയിച്ച സലാറിൽ അഭിനയിച്ച വരദരാജ മണ്ണാർ. അദ്ദേഹം ഇപ്രാവശ്യം അജിത്തിൻ്റെ ചെറുപ്പമായിട്ടല്ല, അജിത്തിൻ്റെ മകനായിട്ടാണ് വരുന്നത്. ആളുടെ ആ ഒരു വേഷം നെസ്ലൻ ചെയ്യായിരുന്ന വേഷമാണ് ആൾ ചെയ്തു തരുന്നത്. പക്ഷേ ഈ ഒരു വേഷം ആൾ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ആളെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറിയൊക്കെ ഒന്ന് നടക്കുന്നത്. ആദ്യം പറഞ്ഞ സ്പോയിലർ ആവും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ പ്രിയ വാര്യർ, നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ. ഈ സിനിമ കാണാൻ കയറുമ്പോൾ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ അറസ്റ്റായി എന്നുള്ള ന്യൂസൊക്കെ കേൾക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ഒരു 130 രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു 150 രൂപ കൊടുത്ത് നിങ്ങളുടെ കയ്യിലെ പൈസ എടുത്ത് എൻജോയ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫാമിലിയോടൊപ്പം പോയി കാണാൻ പറ്റിയ സിനിമയാണെന്ന് ചോദിച്ചാൽ, വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ സിനിമയെടുത്ത് എനിക്ക് എടുത്തെടുത്ത് പറയാനായിട്ടില്ല, കാരണം അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കൊക്കെ ജീവിയം കസറിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ പറയാൻ. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, വിഷുവിന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി കാണണം. വർത്ത് വർമ്മ വർത്ത്. ഓക്കെ മാമേ, താങ്ക് യു.